നൈജീരിയയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി ടീം ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ പാസ്സായി. അങ്ങനെയാണ് 2013 നൈജീരിയയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ട യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറായിട്ട് നിയമിതനാവുന്നത്. 13 വർഷത്തോളം ആഫ്രിക്കയിലെ ജീവിതം. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരിക്കെ തന്നെ 55ഓളം പള്ളികൾ ഉണ്ടാക്കുക, 55ഓളം മഹല്ലുകളെ എംപവർ ചെയ്യുക. നൈജീരിയയിലെ യോബെ യൂണിവേഴ്സിറ്റി പ്രവർത്തന മേഖലയായി തെരഞ്ഞെടുത്തുകൊണ്ട് വിസ്മയം തീർക്കുന്ന നമുക്കൊക്കെ സുപരിചിതനായ ആദരണീയരായ ഡോക്ടർ സയ്യിദ് ഹുദവി നാദാപുരം സയ്യിദ് ഉസ്താദാണ് കൂടെയുള്ളത്. കുറഞ്ഞ നേരം ആഫ്രിക്കൻ വിശേഷങ്ങളും ഉസ്താദ് എത്തിപ്പെട്ട ഇടങ്ങളെ പറ്റി നമ്മളോട് സംസാരിക്കുകയാണ്. കരിയർ സംബന്ധമായിട്ടൊക്കെ വരുന്നതിന് മുമ്പ് വലിയൊരു അത്ഭുതമാണ് മലയാളിയായ ഒരാള് ആഫ്രിക്കയിലെ നൈജീരിയയിൽ എത്തിപ്പെടുന്നു. അവിടെ ഒരുപാട് ദാവാ പ്രവർത്തനങ്ങൾക്ക്, വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്നു. എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ഒന്ന് ചെറിയ രീതിയിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ. വളരെ സന്തോഷമുണ്ട്. ഈ മഹത്തായ സ്ഥാപനത്തിൽ പ്രിയനായ അനീഫ് ഹുദവിയോട് കൂടെ ഈ സുന്ദരമായ നിമിഷത്തിൽ പങ്കുചേരുന്നതിൽ താങ്ക് യു ഫോർ യുവർ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ. ഞാൻ ദാറുൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഡൽഹിയിൽ ഒരു 8 വർഷത്തിലധികം ഉണ്ടായിരുന്നു. മാസ്റ്റർ ബിരുദവും അതുപോലെ PhD. കുറച്ചു കാലം ഹംദർദ് യൂണിവേഴ്സിറ്റിയിൽ ലെക്ചറായിട്ട്, പിന്നെ ലിബിയ എംബസിയിൽ അസിസ്റ്റന്റ് കൗൺസിലറായിട്ടൊക്കെ ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നിൽക്കുന്ന കാലത്ത് നൈജീരിയയിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി ടീം ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ പാസ്സായി. അങ്ങനെയാണ് 2013 നൈജീരിയയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽപ്പെട്ട യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സീനിയർ ലെക്ചറായിട്ട് നിയമിതനാവുന്നത്. അതിൻ്റെ ഉടനെ തന്നെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയ 1 മാസത്തിനിടയിൽ തന്നെ ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ്ഷിപ്പും അതിൻ്റെ അപ്പോയിൻമെൻറ്റോട്ട് വന്നു. അങ്ങനെ 2 ടേണോവറായിട്ട് 8 വർഷത്തോളമായിട്ട് യോബെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഇസ്ലാമിക് സ്റ്റഡീസ് വിഭാഗത്തിൻ്റെ ഹെഡായിരുന്നു. പിന്നെ 2017 സെയിം യൂണിവേഴ്സിറ്റിയിൽ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ ലീഡറായി. പിന്നെ 2022 പ്രൊഫസറായി. അങ്ങനെ പല പ്രവർത്തനങ്ങളുമായി അക്കാഡമിക്കും നോൺ അക്കാഡമിക്കുമായിട്ട് സോഷ്യൽ ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് നൈജീരിയയിൽ പ്രധാനമായും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ യോബെ, ബോർണോ, അതുകൂടാതെ കാനോ, ബോഷി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇഖ്റ ഫൗണ്ടേഷൻ, അതായത് ആളുകൾക്ക് കൂടുതൽ കേൾക്കാനും അറിയാനും താല്പര്യമുണ്ടാവുക. കാരണം ദാറുൽ മുന്നോട്ട് വെക്കുന്ന ഒരു ദാവ എന്ന് പറയുന്ന ആശയത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരം. അതും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് അകലെ, നമ്മുടെ ഭൂഖണ്ഡത്തിന്റെയും അപ്പുറത്ത് ആഫ്രിക്കയിലെ ഇഖ്റ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്താൻ ഇന്ത്യയിൽ നിന്നും കുറേ പ്രൊഫസർമാർ അവിടെ റിക്രൂട്ടായിട്ടുണ്ടായിരുന്നു 2017. അപ്പോൾ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ പുറത്തൊന്നും പോകാറുണ്ടായിരുന്നില്ല. നമ്മുടെ അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റി ഹോട്ടലായിരുന്നു. ആദ്യമൊക്കെ ഒരു 1.5 വർഷത്തോളം നമുക്ക് അവരുടെ ഹോട്ടൽ അക്കോമഡേഷൻ ആയിരുന്നു. പിന്നീടാണ് വീടൊക്കെ തന്നത്. അപ്പോൾ പുറലോകമായിട്ട് നമുക്ക് കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല. പിന്നീട് കുറച്ച് കാലത്തിന് ശേഷം കുട്ടികളായിട്ടും പഠിപ്പിക്കുന്ന സ്റ്റുഡൻസായിട്ടും അതുപോലെ നമ്മളെ മിങ്കിൾ ചെയ്യുന്ന സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫും നോൺ ടീച്ചിങ് സ്റ്റാഫൊക്കെ ആയിട്ട് കൂടുതൽ ഇടപഴകുകയും കൂടുതൽ മിങ്കിളാവുകയും ചെയ്തപ്പോൾ നമുക്ക് അവിടെയുള്ള കൾച്ചർ, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ മറ്റ് സാഹചര്യങ്ങളും അവരുടെ സംസ്കാരങ്ങളൊക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റി. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി. പ്രത്യേകിച്ച് കുട്ടികളുടെ കല്യാണങ്ങൾ കാണുമ്പോൾ സ്ഥിരമായിട്ട് ഇൻവിറ്റേഷൻ കിട്ടും. പിന്നെ കുട്ടികളുടെ
അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ കൂടാതെ സ്റ്റാഫിൻ്റെയൊക്കെ വീടുകളിലേക്ക് പല ചടങ്ങുകളിലായിട്ട് കല്യാണ ചടങ്ങുകൾ, അതുപോലെ മരണം, നിർമ്മാണത്തിന് ചടങ്ങ്, ഇങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ നമ്മൾ സജീവമായിട്ട് പോയപ്പോഴാണ് അവിടുത്തെ ഒരു കൾച്ചർ, അവരുടെ ഒരു രീതിശാസ്ത്രങ്ങളൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയ അക്കാദമിക് മാത്രമല്ല കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നൊരു ഫീൽഡിലൂടെ യൂണിവേഴ്സിറ്റി വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്ന, അത് പല യൂണിവേഴ്സിറ്റികളും അങ്ങനെയാണ്, അക്കാഡമിക്, റിസർച്ച്, കമ്മ്യൂണിറ്റി സർവീസ്, ടീച്ചിങ് എക്സ്പീരിയൻസ്, ഈ 4 കാര്യങ്ങളാണ് ഒരു അക്കാഡമിക് പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിനൊരു മാർക്കും കിട്ടണം നമ്മുടെ പ്രൊമോഷൻ സമയത്തൊക്കെ. അതിന് വേണ്ടിയിട്ടുള്ളതല്ല, അത്രയും സാധ്യതകൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ ഉണ്ടെന്ന് നമുക്ക് ഈ യാത്രകളിലൂടെ, പ്രത്യേകിച്ച് റിമോട്ട് ഏരിയകളിലെ വില്ലേജുകളിലൂടെയുള്ള യാത്രകളിലൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെയുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് കമ്മീഷൻ്റെ കീഴിൽ, അത് മിനിസ്ട്രിയാണ്, ആ മിനിസ്ട്രിയിൽ നമ്മളൊരു NGO ഫോം ചെയ്തു. NGOയുടെ പേരാണ് ഇക്ര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ. അതായത് നൈജീരിയയിൽ തീർത്തും നിയമപരമായിട്ടുള്ള, ഏറ്റവും ലീഗലായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതായത് ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങൾക്കും വിധേയമായിക്കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ എത്ര വർഷമായി ഇക്ര ഫൗണ്ടേഷന്റെ പ്രവർത്തനം? ഏകദേശം ഒരു 8-9 വർഷമായിട്ട് ഇക്ര ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികളെ സഹായിക്കുക, സ്കൂളുകളെ സഹായിക്കുക, പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന് സഹായിക്കുക, അതുപോലെ പിന്നെ ബേസിക് ഇസ്ലാമിക് കോഴ്സുകൾ ഉണ്ടാക്കുക. അത് നമ്മുടെ ഈ മദ്രസകളിൽ ചെറിയ രൂപത്തിൽ ഫിഖ്, മാലിക്, അതുപോലെ ബേസിക് ലാംഗ്വേജ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അത് പഠിപ്പിക്കുക. ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുകൂടാതെ ഈ ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ്, അറിയാലോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായി ജലക്ഷാമം നേരിടുന്ന രാജ്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള രാജ്യങ്ങളിൽപ്പെട്ട ഒരു രാജ്യത്തെ ഏറ്റവും കൂടുതൽ ജലക്ഷാമമുള്ള സഹാറ മരുഭൂമിയുടെ ഒരു ഭാഗം തന്നെ കടന്നു പോകുന്ന ഒരു സ്റ്റേറ്റ് കൂടിയാണ് യോഗ സ്റ്റേറ്റ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ അവർക്ക് വെള്ളം വേണം, കിണർ വേണം, അങ്ങനെയുള്ള വാട്ടർ പ്രൊജക്റ്റ് പദ്ധതികളൊക്കെ ആയിട്ട് നമ്മൾ ഇടപെട്ടും ഒരുപാട് കിണറുകൾ അല്ലെന്നില്ല ഈ കാലയളവിൽ ഇക്ര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ കീഴിൽ നമുക്ക് കൊടുക്കാൻ പറ്റി. പ്രധാനമായിട്ടും പിന്നെ അതുകൂടാതെ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, ഭക്ഷണ വിതരണ പ്രോഗ്രാമുകൾ ഇടയ്ക്കിടയ്ക്ക്, അതായത് തങ്ങളേത് അല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പട്ടിണി നേരിടുക, ആ പട്ടിണി കൊണ്ട് മരിക്കുക, കുട്ടികളൊക്കെ മാൽന്യൂട്രീഷൻ അനുഭവിക്കുക, മാൽന്യൂട്രീഷൻ കൊണ്ട് മരണപ്പെട്ടു പോവുക, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഹോസ്പിറ്റലിൽ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കും. അതേപോലെ വീടുകളിലൊക്കെ നമ്മൾ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കും. ഇങ്ങനെ അവിടെയുള്ള ചിലപ്പോഴൊക്കെ WHO ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട്, ചിലപ്പോൾ WFP ആയിട്ട്, ചിലപ്പോൾ UN മറ്റു ഘടകങ്ങളൊക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് 5-8 വർഷമായി ഈ ഇക്ര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വളരെ സജീവമായിട്ട്. ഈ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലായിട്ട് ആരുടെയൊക്കെ ഇൻവോൾവ്മെന്റ്, അതായത് അവിടെയുള്ള ആളുകളുടെ സപ്പോർട്ടോട് കൂടെയാണോ, അതല്ല നിങ്ങളെ കൂടെ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ഉള്ള ആളുകളാണോ? യൂണിവേഴ്സിറ്റി തലത്തിലുള്ളതും പിന്നെ അവിടെയുള്ള ആളുകളും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്, ഇതൊക്കെ അറിയുന്ന ആളുകളൊക്കെ പല രൂപത്തിലും സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ കൂടെയുള്ള പ്രൊഫസർമാർ, അതേപോലെ പോലീസ് ഓഫീസർമാർ, പിന്നെ ബാരിസ്റ്റർമാർ, ജഡ്ജിമാർ, ഇവരൊക്കെ നമ്മുടെ ഫൗണ്ടേഷന്റെ സപ്പോർട്ട് മാത്രമല്ല, അവർ നമ്മുടെ ടീം അംഗങ്ങളാണ്. പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഓരോരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സബ് കമ്മിറ്റീസ് ഉണ്ടാക്കിയിട്ട് അവരൊക്കെ അതിന്റെ ഭാഗമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ മേഖല PG-യിലാണ്. PhD കുട്ടികളാണ് കൂടുതലും. കുട്ടികൾ എന്ന് പറഞ്ഞാൽ PhD ചെയ്യുന്ന വലിയ സ്കോളേഴ്സ്, വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഈ മദ്രസ, അതുപോലെ പള്ളികളിലുള്ള കാര്യങ്ങൾക്കൊക്കെ ലാൻഡ് തരാനും ലാൻഡ് കിട്ടാനും അവരുടെ ഗ്രാമങ്ങളിൽ പോയി സംസാരിച്ച് ലാൻഡൊക്കെ വഖഫാക്കുന്നതിനൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രൊഫസർമാർ, അവരും പലരും എൻ്റെ ഈ ക്ലൈൻ്റെ മെമ്പർമാരാണ്. അതുപോലെ
ടീച്ചിങ് സ്റ്റാഫിന് പലരും പെയ്ഡ് സ്റ്റാഫായിട്ടും അൺപെയ്ഡ് സ്റ്റാഫായിട്ടൊക്കെ പലരുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഓരോ വർഷവും ഈ PG 10-15 PG സ്റ്റുഡൻസും UG 150-150ഓളം സ്റ്റുഡൻസ് ഇറങ്ങാറുണ്ട്. അവരിൽ നിന്ന് കുറച്ച് കാലിബറുള്ള കുട്ടികളെ നമ്മൾ ഇവരുടെ പല പ്രൊജക്റ്റുകളും അതുപോലെ വളരെ വിസ്താരിതമായിട്ട് നൈജീരിയയിലെ 38 സ്റ്റേറ്റിലും വേണമെങ്കിൽ നമുക്ക് പോകാം. പക്ഷേ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ യോഗയിൽ തുടങ്ങി, പിന്നെ അത് നൈബറിംഗ് സ്റ്റേറ്റായ ബോർണോയിൽ വ്യാപിച്ചു. ഇപ്പോൾ ബോർണോ, യോഗ, കാനു, ബോഷി ഈ 4 സ്റ്റേറ്റുകളിൽ നമ്മൾ ആക്ടിവിറ്റീസ് വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പൊ ഇത് പറയുന്നതിന്റെ ഇടയിൽ തന്നെ കുറെ രസകരമായ ആളുകൾക്ക് കേൾക്കാൻ അറിയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു വരുന്നു. ഉദാഹരണത്തിന് കുട്ടികളുടെ കല്യാണം, അതുപോലെ വീട്ടിലെ പരിപാടികൾക്കൊക്കെ പോയിരുന്നു. എങ്ങനെയായിരിക്കും ഒരു ആഫ്രിക്കൻ കല്യാണം അതിന്റെ ഒരു കെട്ടും മട്ടും? അതെ, എല്ലാം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഒരു ഏഷ്യൻ കോണ്ടക്സ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റില്, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ കോണ്ടക്സ്റ്റില്, അതും നമ്മുടെ മലബാർ സാഹചര്യങ്ങളിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരുപാട് കൗതുകങ്ങള് കൾച്ചറില്, അവരുടെ കല്യാണങ്ങളില്, അവരുടെ മറ്റു ചടങ്ങുകളില് അൾട്രാ ട്രഡീഷണലിസം എല്ലാ വിഷയങ്ങളിലും കാണാം. കാരണം ഇത് കൂടുതൽ അവർ ട്രഡീഷണലിസ്റ്റുകളാണ്. പ്രത്യേകിച്ച് ബോർണോ, യോഗ സ്റ്റേറ്റിൽ, നൈജീരിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രഡീഷണലിസ്റ്റുകളായ ആളുകൾ പിന്നെ സ്റ്റേറ്റുകളാണ്. അപ്പം അവരുടെ കല്യാണങ്ങൾ നമ്മുടെ ആവേശികമായി പിന്നെ വളരെ ലളിതമായിരിക്കുന്നതാണ്. കല്യാണം പ്രത്യേകിച്ച് നമുക്കൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണങ്ങളുടെ ഒരുതരം പിന്നെ ലക്ഷോറിയസ് രീതി അത് അവിടെ കാണുകയില്ല, തീരെ കാണില്ല. അത് പല കാരണങ്ങളുണ്ട്. ഒരു പുവർ സൊസൈറ്റിയാണ്. അത് പുവർ സൊസൈറ്റി ആവട്ടെ അല്ലെങ്കിൽ റിസ്ക് പിന്നെ വിഭാഗമാവട്ടെ, എല്ലാവരുടെ കല്യാണവും നടക്കുന്നത് വളരെ രസകരമാണ്. അതായത് കല്യാണം നടക്കുക വെള്ളിയാഴ്ച ജുമയ്ക്കാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് അവരുടെ കല്യാണത്തിന്റെ ചിലർ ഇൻവൈറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോൺ കോളിലൂടെ നമ്മുടെ രൂപത്തിൽ നമ്മളെ ഇവിടെ ചെയ്യുന്ന പോലെ വ്യാപകമായൊരു ഇൻവിറ്റേഷൻ അങ്ങനെയൊന്നുമില്ല. ചെറിയ രൂപത്തിൽ ഇന്നയാളെ കല്യാണം ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം വാട്സപ്പുകളുണ്ട്, അവർ വാട്സപ്പ് ഗ്രൂപ്പ് അതിന് ഇൻവിറ്റേഷൻ ആയിട്ട് എല്ലാവരും എടുക്കും. കാരണം ജുമയ്ക്ക് എല്ലാവരും പോകും. അപ്പൊ ജുമ കഴിഞ്ഞാൽ ജുമ ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് ഖുതുബയാണ്. അപ്പൊ എല്ലാ പള്ളികളിലും, ഏകദേശം എല്ലാ പള്ളികളിലും, വലിയ പള്ളികളിൽ ജുമ കഴിഞ്ഞ ഉടനെ നിക്കാഹ് ഖുതുബയാണ്. നിക്കാഹ് ഖുതുബ 2, 3, 4, 5, 6 ഒക്കെ, വലിയ പള്ളികളിലൊക്കെ 5, 10 ഒക്കെ നിക്കാഹ് ഖുതുബകളുണ്ടാവും. അപ്പൊ അതിന് അനുസരിച്ച് നിക്കാഹുകളായിരിക്കും. അവർ നേരത്തെ പ്ലാൻഡ് ആയിട്ടുണ്ടാവും. പള്ളി അതോറിറ്റി നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇവര് നിക്കാഹ് ഖുതുബ ഓരോരുത്തരെ ടീം കഴിഞ്ഞ് അവരെല്ലാവരും ആ പരിസരത്ത് സറൗണ്ടിങ്. അപ്പോഴേക്കും മറ്റുള്ളവർ ചിലർ പങ്കെടുക്കുന്നത് കൊണ്ട് ആർക്കും ഒരു അസ്വാഭാവികത ഉണ്ടാവില്ല. കാരണം കേൾക്കുന്നതും പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിന് ഷാഹിദാകുക എന്നുള്ളതാണ്. അതുകൊണ്ട് 8 കല്യാണങ്ങൾക്ക് 8 വിഭാഗം അതിന് സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിക്കാഹിന് സാക്ഷ്യം വഹിക്കുക അതാണല്ലോ. ഓരോ ടീമിനും വളരെ കുറഞ്ഞ ആളെ ഉണ്ടാവുള്ളൂ. 8 ടീമാകുമ്പോ വലിയൊരു ഗ്യാതറിങ് അവിടെ ഉണ്ടാവും. പിന്നെ അപ്പൊ അതിന് ആ ഗ്യാതറിങ് കഴിഞ്ഞാല് ഞാൻ കണ്ട മിക്കവാറും ഒരു 90% നിക്കാഹ് വേദികളിലും ഒരു ഡ്രിങ്ക്സോ കൂൾ ഡ്രിങ്ക്സോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. പിന്നെ അവര് കൊളാനെട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്ന് അറിയില്ല. അതിങ്ങനെ പഴയ കാലത്ത് നമ്മൾ അടക്കയൊക്കെ ചില ട്രഡീഷണലിസം ഞാൻ നേരത്തെ പറഞ്ഞു. ട്രഡീഷണലിസ്റ്റ് ഭാഗമായിട്ട് അടക്ക പോലെയുള്ള ഒരു അത് വലിയ ട്രക്കുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണാം. ഈ ബോർണോ സ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡുകളിലൊക്കെ കാണാം. അപ്പൊ അതിന്റെ ഒരു ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ചോക്ലേറ്റ് ഒക്കെ ചിലർ കൊണ്ടുവന്നിട്ടുണ്ടാവും. പിന്നെ അപൂർവം ചില പിന്നെ നല്ല ഫാമിലിയൊക്കെ ആണെങ്കിൽ ഈ വന്ന ആളുകൾക്കൊക്കെ കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ സ്വീറ്റ്സ്, മിനറൽ വാട്ടറിന്റെ ഒരു ബോട്ടിൽ. അതിലപ്പുറം ഒരു സ്നാക്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ നിക്കാഹ് കഴിഞ്ഞു. പിന്നെ രാത്രിയാകുമ്പോ പിന്നെ ഈ ബന്ധപ്പെട്ട ആളുകൾ മാത്രം, ചിലപ്പോ ഈ കല്യാണം കഴിക്കുന്ന വരന്റെ കൂടെ ഒരു 5-10 ആളുകൾ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ആളുകൾ മാത്രം ഒന്ന് അവരെ കൊണ്ടാക്കാൻ വേണ്ടി പോകും. അതോടെ കല്യാണം കഴിഞ്ഞു. പിറ്റേ ദിവസം അവര് അല്ലെങ്കിൽ അന്നേ ദിവസം തന്നെ, ചില സ്ഥലങ്ങളിൽ അന്നേ ദിവസം തന്നെ അവളെ കൂടെ അവളെ ഉമ്മയോ അല്ലെങ്കിൽ ഇങ്ങനെ അവന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കും. ഈ അവന്റെ വീട്ടിലേക്ക് കൊണ്ടാക്കും എന്ന് പറയുമ്പോൾ അവരെ പിന്നെ ഉപ്പാന്റെ ഉമ്മാന്റെ വീടായിരിക്കും.
ഉപ്പാന്റെ ഉമ്മാന്റെയും വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം ഇതുവരെ താമസിച്ച വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കെട്ടിക്കൂട്ടി കൊണ്ടുവരുന്ന ഒരു കൾച്ചർ അവിടെ ഇല്ല.